ഇന്ത്യൻ നേവിയിൽ ചേരാൻ താൽപ്പര്യമുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് 157 സെൻറ്റിമീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ നേവിയിലെ MR എൻട്രി എന്ന് പറയുന്ന ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന് SSLC 50% മാർക്കുണ്ടായിരിക്കണം. 21 വയസ്സിൽ താഴെ ആയിരിക്കണം കുട്ടികളുടെ പ്രായം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് നോക്കുക. www.joinindiannavy.gov.in. ഈ വെബ്സൈറ്റിൽ കയറുക. 1 ടൈമായിട്ട് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ മാർച്ച് 29 മുതൽ ഏപ്രിൽ 10 വരെയാണ് ഈ MR എൻട്രിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ 1ാം ഘട്ടമായിട്ട് നടത്തുന്നത് ഒരു 50 മാർക്കിൻ്റെ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിൽ GK, ജനറൽ സയൻസ്, മാത്സ് ഈ 3 വിഷയങ്ങളായിരിക്കും ചോദിക്കുക. 10ാം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ ചോദിക്കുകയുള്ളൂ. അതിന് 30 മിനിറ്റ് സമയം തരും. 50 മാർക്കായിരിക്കും. ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് നിങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിക്കും. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ 0 to 2025 എന്ന് പറഞ്ഞൊരു ബാച്ച്, അതുപോലെ 01 to 026 എന്ന് പറയുന്ന ബാച്ച്, 0 to 2026 2026 ബാച്ച്, ഇങ്ങനെ 3 ബാച്ചുകളായിട്ട് തരംതിരിച്ച് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ രണ്ടാമത് ഒരു എൻട്രൻസ് ടെസ്റ്റിന് വിധേയമാക്കും. അതിൽ വിജയിക്കുമ്പോൾ അതിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ആ ഫിസിക്കൽ ടെസ്റ്റ് ഈ 1.6 കിലോമീറ്റർ, അതായത് 1 മൈൽ ദൂരം 6.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിയെത്തേണ്ടി വരും. അതുപോലെ 10 പുഷപ്പ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ എല്ലാ ടെസ്റ്റുകൾ നിങ്ങൾ ഫുള്ളി ഫിറ്റാണോ, ശാരീരികമായിട്ട് ഫിറ്റാണോ എന്നറിയാനുള്ള ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ നടത്തി അതിനുശേഷം മെഡിക്കൽ കൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ INS ചിൽക്ക, ഒറീസയിലെ INS ചിൽക്കയിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് നിങ്ങൾ വിളിക്കുന്നതാണ്. ട്രെയിനിങ് സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയാൽ നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമായി മാറും. അപ്പോൾ അതിനുള്ള അവസാന തീയതി ഏപ്രിൽ 10 ആണ്.